ഒരു സ്വാഭാവികമായിട്ട് സാധാരണ പോകുന്ന ഭാഗത്തൊക്കെ പോകാൻ പറ്റുന്ന സാരി. ഡ്രസ്സ് സെലക്ട് ചെയ്യാനും മറ്റ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും പോയാൽ ലേഡീസ് ഒരുപാട് സമയം എടുക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതേക്കുറിച്ച്? അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിലെ ചേച്ചി, ഞങ്ങളുടെ സ്വന്തം ചേച്ചി, ഇതൊരു സാരി വാങ്ങിയ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയണേ. യാത്ര പോകുമ്പോഴും ചേച്ചി അറിയാതെ എടുക്കുന്ന വീഡിയോ ആണ്. കണ്ടപ്പോൾ ചേച്ചിക്ക് സന്തോഷമായി. മടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ മടങ്ങിയിരുന്നോളൂ, നിവർന്ന് നിൽക്കാൻ പറഞ്ഞാൽ നിവർന്ന് നിന്നോളൂ. ഭയങ്കര സിമ്പിളായി. ചേച്ചി ഇനി സാരിയൊക്കെ ദുരിതാറോ എന്നാ ചേച്ചി എന്തെളുപ്പാന്നറിയോ ഒരു ചുരിദാറൊക്കെ. ഇപ്പം നോക്കുമ്പോൾ ചേച്ചിക്ക് കോട്ട് വരെ ആയി. ഇനിയിപ്പോൾ ചേച്ചിക്ക് ഒരു ചുരിദാർ ഇടാനാണ് എത്ര പ്രയാസം. ഇതേതാ ചേച്ചി? റോസ് സാരി. ചേച്ചി ഒന്ന് പറഞ്ഞേ. ചേച്ചിൻ്റെ ചേച്ചിയാണ്. ഒരു ബ്ലാക്ക് എല്ലാത്തിനും ഒപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതെ, ഒരുവിധം എല്ലാത്തിനും അങ്ങ് ഒപ്പിക്കുകയും ചെയ്യുക. നല്ല നല്ല അല്ല, അത് ഈ മഞ്ഞസാരിയുടെ ബ്ലൗസ് അല്ലേ? തയ്ച്ചിട്ടുണ്ടല്ലേ? നല്ലോണം തയ്ച്ചിട്ടുണ്ടല്ലേ? അതെ അതെ. അല്ല, നമുക്കൊരു കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഏതെടുക്കണം എന്നുള്ള ഓട്ടോ. അതെയല്ലേ? പ്രത്യേകിച്ച് നമുക്ക് ഏത് കാണുമ്പോൾ ചിലപ്പോൾ തോന്നും അതാ നല്ലത്, ഇപ്പറ കണ്ടാത്തൊന്നും അതാ ഇച്ചിരോടെ മെച്ചം. ചിലത് കാണുന്നത് ഇതൊന്നും കൊള്ളിയല്ല, വേറെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആണുങ്ങൾക്കൊക്കെ വേഗം കുറച്ചുകൂടെ സ്പീഡിൽ എടുക്കണം എന്നുള്ളതായിരിക്കും. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറയും, SM സ്ട്രീറ്റിൽ കൊണ്ട് എന്നിട്ട് പറയും, എന്നിട്ട് അവരോട് പറയും പോലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ ഇപ്പത്തെ അറ്റത്ത് വരാം, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വാങ്ങാനുള്ളതൊക്കെ വാങ്ങി അവിടെ എത്തി നിൽക്കാൻ പറയൂന്ന്. അവൻ പറയാ ചിലപ്പോൾ 250 രൂപയുടെ ചെരുപ്പായിരിക്കും വാങ്ങാൻ പോകുന്നത്. ആ കടയിലെ ചെരുപ്പ് മൊത്തം എടുത്തു. പിന്നെ എന്നിട്ട് ആ കടയിൽ പറ്റില്ല, അങ്ങനെ 4 കടയിൽ കയറും. അങ്ങനെ വാങ്ങുന്നത് എന്താ ഒരു 250 രൂപയുടെ ചെരുപ്പ് ആയിരിക്കും. അതെ അതെ അതെ. പിന്നെ നമ്മൾ ഇടാൻ വാങ്ങുന്നത് നമ്മൾ പൈസ കൊടുക്കുന്നു, അപ്പൊ നമ്മുടെ സംതൃപ്തിയല്ലേ വലുത്. അത് രക്ഷപ്പെട്ടല്ലോ അത്. അതെ 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 അതെ. പിന്നെ ഒന്നാമത് നമ്മൾ കൊടുക്കുന്ന പൈസ, നമ്മൾ അധ്വാനിക്കുന്ന പൈസ, അപ്പൊ അതിന് നമ്മുടെ മനസ്സിൽ പിടിക്കുന്ന തൃപ്തിയോട് കൂടിയിട്ട് കിട്ടണ്ടേ? അതെ അതെ അതെ. അപ്പൊ എല്ലാം കൊണ്ടും നമുക്ക് തൃപ്തിപ്പെടണ്ടേ? ഞാൻ പറയും, അയാളൊന്നും ഇത്രയൊക്കെ പൈസ ഉണ്ടോ സാധിക്കാൻ പക്ഷെ ഈ സാരി 1000 രൂപ എന്ന് കേട്ട് എനിക്ക് കാരണം നമ്മളും കടയിൽ പോകുന്നില്ലല്ലോ ചേച്ചി അധികം. അത് 1000 രൂപയായി. പക്ഷെ 1000 രൂപ എന്ന് കേൾക്കുമ്പോൾ ഞാൻ 1000 ആയോ എന്ന് തോന്നും. പക്ഷെ 1000-നൊന്നും ഒരു വിലയൊന്നും ഇല്ലല്ലോ. ഇഷ്ടപ്പെട്ട എടുത്തോളി, വിലയൊന്നും നിങ്ങളിപ്പോ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞേ. അങ്ങനെ പിന്നെ എടുത്ത്. പക്ഷെ ഇപ്പൊ അങ്ങനെ ചേച്ചി എല്ലാത്തിനും നല്ല വിലയാ. പിന്നെ നമ്മുടെ ഈ 1000, 2000 എന്നൊക്കെ പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു 1000 രൂപയും കൊണ്ട് ഒരുപാട് സാധനമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങാം. പക്ഷെ ഇപ്പോൾ ഒരു 1000 രൂപയും കൊണ്ട് എന്ത് വാങ്ങാൻ പറ്റും? ഒന്നും വാങ്ങാൻ പറ്റില്ല. അങ്ങനെ എന്തായാലും സാരിയും വാങ്ങി സ്റ്റിച്ചും ചെയ്യിപ്പിച്ചു. അതെ 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 അതെ. നാളെ എവിടെയോ പോകാനുണ്ട് പോലും.